ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനാക്ഷിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് കാർത്തി. അതിനുവേണ്ടി മീനാക്ഷിയെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് മൈഥിലി കാണുകയായിരുന്നു. ഇവനും അവൾക്കും എന്താ തലയുടെ പിരി ഇളവിയോ എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ മീനാക്ഷിയെ നേരെ കൊണ്ടുവന്നത് ഡൈനിങ് ടേബിളിന്റെ അടുത്തായിരുന്നു. അവിടെ സാവിത്രിയും നന്ദിനിയും രാജലക്ഷ്മിയും ഉണ്ടായിരുന്നു. എന്താ സർപ്രൈസ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. എല്ലാവരും ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു. എൻ്റെ മീനാക്ഷിക്ക് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്ന് കാർത്തി പറയുന്നു. ചിക്കൻ ബിരിയാണിയോ എന്ന് അതിശയത്തോടെ മീനാക്ഷിയും ചോദിക്കുന്നു. ആരും സെർവ് ചെയ്യാൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് സെർവ് ചെയ്തോളാം. എല്ലാവരും ഇരുന്നോളൂ എന്ന് കാർത്തി പറയുമ്പോൾ സാവിത്രി പറയുന്നു, ഇത് മന്തി ബിരിയാണിയാണോ, തലശ്ശേരി ബിരിയാണിയാണോ, അതോ യമൻ ബിരിയാണിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇതിൻ്റെ പേര് പോലീസ് ബിരിയാണി എന്നാണെന്ന് കാർത്തി. എന്നിട്ട് ബിരിയാണി എടുക്കാൻ കാർത്തി പോയി. പാചകം ചെയ്യുന്നവര് എന്ത് പേരിടുന്നോ അതാണ് പലഹാരത്തിൻ്റെ പേരെന്ന് രാജലക്ഷ്മി പറയുന്നു. ഇവനൊരു നട്ടലില്ലാത്ത യൂസ്ലെസ് ആണ്, അവളെ സോപ്പിടാൻ എന്തും ചെയ്യും, എന്ത് വേഷവും കിട്ടും എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. അവിടെ ബിരിയാണിയും കൊണ്ട് വന്നിരിക്കുകയാണ് കാർത്തി. മീനാക്ഷിക്ക് വിളമ്പിക്കൊടുക്കാണ്. അല്ല, നിങ്ങൾക്കാർക്കും ബിരിയാണി വേണ്ട എന്ന് അവരെയൊക്കെ നോക്കിയിട്ട് കാർത്തി ചോദിക്കുന്നു. ഞങ്ങൾക്കാർക്കും ഇപ്പോൾ വേണ്ട എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നു, അതെ, നിന്റെ സഹധർമ്മിണിക്കായി പാചകം ചെയ്ത ദിവ്യ ബിരിയാണിയല്ലേ, അത് ആദ്യം ആ കുട്ടി കഴിച്ച് കഴിയട്ടെ എന്ന് സാവിത്രി വളരെ സന്തോഷത്തോടെ തന്നെ മീനാക്ഷി ആ ബിരിയാണി കഴിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അസലായിട്ടുണ്ടെന്ന് മീനാക്ഷി സന്തോഷത്തോടെ പറയുന്നു. ഇതൊക്കെ ഒരു ഭാര്യമാരുടെ യോഗം. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 10-40 കൊല്ലമായി ബിരിയാണി പോയിട്ട് ഒരു കട്ടൻ കാപ്പി പോലും ഇട്ട് തന്നിട്ടില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നു, എൻ്റെ രാമഭദ്രൻ ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുതുകത്തിട്ടൊരു കൊതുകിനെ കടിച്ചാൽ ആ കൊതുകിനെ വരെ ഞാൻ തല്ലിക്കൊല്ലണം. ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് എന്ന് നന്ദിനിയും പറയുന്നു. ഇതൊക്കെ കേട്ട് മീനാക്ഷി പറയുന്നു, എല്ലാവരും കൂടി ഏട്ടനെ അങ്ങ് തള്ളി കൊമ്പത്ത് കൈ തിരുത്തിയാണ് അല്ലേ. അല്ല, ഇതെന്തൊരു അത്ഭുതം, ഈ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. ഞാനും അമ്പരന്ന് പോയി, ആദ്യം കണ്ടത് ഞാനാണെന്ന് നന്ദിനി പറയുന്നു. ഉണ്ടായ സംഭവം നന്ദിനി ആലോചിച്ചിട്ട് പറയുകയാണ്. നന്ദിനി കിച്ചണിലേക്ക് വന്നപ്പോൾ പോലീസ് യൂണിഫോമിൽ തന്നെയായിരുന്നു കാർത്തി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതെന്താ മോനെ നീ ചെയ്യുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു, ദൈവമേ എന്നെ ചതിക്കരുത്, ഞാൻ മീനാക്ഷിക്ക് വേണ്ടി ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്, ഒരു സർപ്രൈസ് ആയിട്ട്, പ്ലീസ് ദൈവമേ ആരോടും പറയരുതെന്നും പറയുന്നു. ഞാൻ ആരോടും പറയില്ല എന്ന് നന്ദിനി. അതിരിക്കട്ടെ, എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി എന്ന് കാർത്തി ചോദിച്ചപ്പോൾ സൂപ്പർ എന്ന് മീനാക്ഷി. ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തിക്. മൈഥിലി അവിടെ നിന്ന് നോക്കുന്നത് സാവിത്രി കാണുന്നുണ്ടായിരുന്നു. എന്തോന്നാണ് ഗ്രഹണി പിടിച്ച പിള്ളേര് നോക്കി നിൽക്കുന്നത് പോലെ നോക്കുന്നത്, മറ്റുള്ളവർക്ക് മനസ്സമാധാനത്തോടെ ആഹാരം പോലും കഴിക്കാൻ വയ്യല്ലോ, ഇങ്ങനൊരു വയ്യ വേലിച്ച് എന്നൊക്കെ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു. ഈ സമയം മൈഥിലിക്ക് ഒരു കോൾ വരുന്നു. വൈശാഖ് തന്നെയാണ് വിളിക്കുന്നത്. മുറിയിലേക്ക് പോയി മൈഥിലി ഫോൺ എടുത്തോ. എന്താടാ, ആവശ്യം വന്നാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു, മൈഥിലി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ചെമ്പകമംഗലം വീടിൻ്റെ കോമ്പൗണ്ടിൽ. ചരിച്ചോ, നീ ഇതിനകത്ത് എങ്ങനെ കയറി എന്ന് വൈശാഖ്. എന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് മൈഥിലി. എന്നെ ഒരു പിശാചും കാണില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി എന്ന് വൈശാഖ്. നീ എവിടെയാണെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ഞാനിവിടെ ഔട്ട് ഹൗസിനടുത്ത് മതിലിനോട് ചേർന്ന് എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു, നല്ല കാര്യം, ആരെങ്കിലും വന്നാൽ മതിൽ ചാടാൻ പാകത്തിന് നിന്നാ മതി, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് വൈശാഖ്. അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ല, ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കണ്ണ് വെടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കോ, നീ അവിടെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് മൈഥിലി. പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വൈശാഖ്. മൈഥിലി കതക് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നന്ദിനി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നു. ഇവളെ വാതുക്കൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണല്ലോ എന്ന് മൈഥിലി വിചാരിക്കുന്നു. നാശമായല്ലോ, ഈ ബാധ മുറ്റത്തുനിന്ന് പോവത്തുമില്ല എന്നെ മൈഥിലി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിനി ഫോൺ വെച്ചു. ഈ സമയം വൈശാഖിന്റെ ഫോണിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് നന്ദിനി. ഇവിടെ മൊബൈൽ റിങ് ചെയ്തല്ലോ എന്ന് നന്ദിനി വിചാരിക്കുന്നു. ആരാരെന്ന് വിചാരിക്കുന്നുണ്ട്. ആരാരെന്ന് ചോദിക്കുന്നു. ഇവര് എന്നെ കണ്ടുപിടിക്കോ, കണ്ടുപിടിച്ചാൽ തവള ചാടുന്നത് പോലെ മതിലിനപ്പുറത്തേക്ക് ഒറ്റച്ചാട്ടം എന്ന് വൈശാഖ് വിചാരിക്കുന്നു. എനിക്ക് തോന്നിയതായിരിക്കുമോ എന്ന് നന്ദിനി വിചാരിക്കുന്നു. ആരെയും കാണുന്നതുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രാജലക്ഷ്മി വിളിക്കുകയും ദാ വരുന്നമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയും ചെയ്യുന്നു. സമാധാനത്തോടെ മൈഥിലിയും വൈശാഖും നിൽക്കുന്നു. ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ വീണ്ടും മൈഥിലി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തിറങ്ങിയതിനു ശേഷം ഈശോ എവിടെയാ അവൻ ഒളിച്ചിരിക്കുന്നത്, വല്ല പാമ്പം കാണും കടിച്ചോ ആവോ എന്നൊക്കെ മൈഥിലി ടെൻഷനോടെ വിചാരിക്കുന്നു.
മൈഥിലി കണ്ടപാടെ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുകയാണ് വൈശാഖ്. എന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുകയാണ് ആരും കാണാതെ. എടി, നീ വന്നത് ആരും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നെ ആരും കണ്ടില്ല, കണ്ട വീടുകളിലൊക്കെ ഒളിച്ചു കയറി നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് മൈഥിലി ചോദിക്കുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ല എന്ന് വൈശാഖ്. ഈ വീട്ടിൽ നിന്റെ പുറകെ നടന്ന എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എന്ന് വൈശാഖ്. ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, നീ വന്ന കാര്യം പറയേ എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു, ഇത്ര ദിവസമായി മൈഥിലി, ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒന്ന് കാണണമെന്ന് തോന്നി. നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനല്ലേ ഞാൻ ഇവിടെ വന്ന് ഈ കഷ്ടപ്പാടും അപമാനവും സഹിക്കുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു, അതൊക്കെ പോട്ടെ, ആ വാൾ എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചോ? ആ സമയത്താണ് സാവിത്രിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ രാമേട്ടൻ എന്താ ഇത്ര താമസിക്കുന്നത് എന്ന് സാവിത്രി വിചാരിക്കുന്നു. രാമനെ കാത്തു നിൽക്കുകയായിരുന്നു സാവിത്രി. മുറ്റത്തിറങ്ങി നിൽക്കുന്നു. ഫോൺ വിളിക്കുകയാണ്. വാള് അവരെവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ആ ദേവമ്മ വന്ന് എന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ടു. എനിക്ക് മൈഥിലി, ആ വാൾ എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ആ ഉടവാളുമായിട്ടായിരിക്കുമെന്ന് വൈശാഖ്. വൈഗമോളെ വേണ്ടേ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ അത് വേണമല്ലോ, വൈഗമോള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും വൈശാഖ്. ഇവിടുന്ന് ഇതൊക്കെ എത്രയും പെട്ടെന്ന് കൈക്കലാക്കി പോയേ പറ്റു വൈശാഖെ, അത്രയ്ക്ക് പീഡനമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നതെന്ന് മൈഥിലി. ആരാണ് നിന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു, എല്ലാവരും കണക്കാ, പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിക്കുന്നത് ആ സാവിത്രിയാണ്. സാവിത്രിയോ, അവരോട് നമുക്ക് പകരം ചോദിക്കാം, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്താമെന്ന് വൈശാഖ് വിചാരിക്കുന്നു. ആ സമയത്ത് സാവിത്രി ഫോൺ ചെയ്യുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. ചതിച്ചിലോട് അവരിങ്ങോട്ടാ വരുന്നത് എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു. ഈ സമയം വൈശാഖിന്റെ ഫോൺ അടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സാവിത്രി ഫോൺ വെച്ചിട്ട് ആ ഭാഗത്തേക്ക് വരുന്നു. ആരാ അവിടെ എന്ന് ചോദിക്കുന്നു. ഇതുവഴി ചാടാൻ പറയുകയാണ് മൈഥിലി വൈശാഖിനോട്. അങ്ങനെ വൈശാഖ് അതുവഴി ചാടിപ്പോയി. ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ച് പിന്മാറി പോവുകയാണ് സാവിത്രി. ഇതെന്താ തേങ്ങ വീണതാണോ എന്നൊക്കെ വിചാരിക്കുന്നു. ആരാന്ന് വീണ്ടും ചോദിക്കുന്നു. മൈഥിലി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഞാനൊരു ഫോൺ ചെയ്യാൻ വന്നതാണെന്ന് പറയുന്നു. ഈ ഇരുട്ടത്തോ ഫോൺ ചെയ്യാനോ ആർക്കെന്ന് സാവിത്രി. എൻ്റെ അച്ഛന് എന്നെ മൈഥിലി പറയുമ്പോൾ സാവിത്രി പറയുന്നു, അച്ഛനോ? ഏതച്ഛൻ? ഇത്രയും നാളുമില്ലാത്ത അച്ഛൻ ഇപ്പോൾ എങ്ങനെ വന്നു എന്ന് സാവിത്രി പറയുമ്പോൾ മൈഥിലി പറയുന്നു, എന്നോട് ഒന്ന് ക്ഷമിച്ച് ഇവിടെ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞ് മൈഥിലി അകത്തേക്ക് പോകുന്നു. എന്തോ തരികിടയുണ്ടല്ലോ എന്ന് സാവിത്രി വിചാരിക്കുന്നു. ഈ സമയം സാവിത്രിയുടെ ഫോൺ റിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാമനും സാവിത്രിയും ഇങ്ങനെ അകത്തേക്ക് വന്നു. സംശയത്തോടെ നിൽക്കുകയാണ് സാവിത്രി. രാമേട്ട, എന്തോ ഉടായ്പുണ്ട്, അല്ലെങ്കിൽ മൈഥിലി എൻ്റെ കണ്ണ് വെടിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറില്ല. ആ ഇരട്ടത്ത് നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതച്ഛൻ? അയാൾ എവിടെയെങ്ങാനും കണ്ടാൽ ഓടിച്ചിട്ട് തല്ലുമെന്നും സാവിത്രി പറയുന്നു. നീ അവളോട് സംസാരിക്കാൻ പോണ്ട, വെറുതെ തരം താഴാനായിട്ട് എന്ന് രാമൻ. പിന്നെ കുടുംബത്ത് കയറി കൊള്ളരുതായ്മ കാണിച്ചാൽ ചോദിക്കാതിരിക്കാൻ പറ്റൂ, ഒരു നേരും തെറിയുമില്ലാത്തവൾ എന്നൊക്കെ സാവിത്രി പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവിടേക്ക് മൈഥിലി വരുന്നു. ദേ വരുന്നുണ്ട് എന്ന് സാവിത്രി രാമനോട് പറയുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ മൈഥിലി അവിടെ വന്നു. എന്താണ് നീ വെപ്രാളപ്പെട്ട് അകത്തേക്ക് ഓടിപ്പോയെന്ന് സാവിത്രി മൈഥിലിയോട് ചോദിച്ചു. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി, അതാ ഞാൻ വേഗം അകത്തേക്ക് പോയതെന്ന് മൈഥിലി പറയുന്നു. വോമിറ്റിംഗ് ടെൻഡൻസിയോ? അത് ശരി, നീ അപ്പോൾ വൈശാഖിന്റെ പിറകെ നടന്ന് ഗർഭിണിയായിട്ടാണോ ഇവിടേക്ക് കയറി വന്നത് എന്നെ സാവിത്രി. ഇനി ആ ദിവ്യ ഗർഭവും വെച്ച് എൻ്റെ മോനെയോ ഞങ്ങളെയോ വരട്ടാൻ വല്ല പ്ലാനും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്നും സാവിത്രി പറയുന്നു. എൻ്റെ രാമേട്ട, ഇവൾ അതിനും മടിക്കില്ല. പിന്നെ ഗർഭകേസിന്റെ പിറകെ നമ്മൾ നടക്കണ്ടേ? നീ ഇതിൻ്റെ അടുത്തേക്ക് സംസാരിക്കുന്ന എന്തിനാ? അവനവൻ്റെ നിലയും വിലയും വെച്ച് സംസാരിക്കണമെന്ന് രാമൻ സാവിത്രി ഉപദേശിക്കുകയും സാവിത്രി അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്കിട്ട് ഞാനൊരു പണി തന്നിരിക്കും, 8ന്റെ പണി എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വക്കീല് വിളിക്കുകയാണ് കാർത്തിയെ. മീനാക്ഷിയും അടുത്തുണ്ട്. അഡ്വക്കേറ്റ് റാംമോഹനാണെന്ന് പറയുന്നു. നാളെ നിങ്ങളുടെ കേസ് വെച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിയോട് കൂടി മൈഥിലിയെ കൂട്ടി കോടതിയിലേക്ക് വരണമെന്ന് വക്കീല്. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് കാർത്തി. എന്താ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് നന്ദിനി അവിടേക്ക് വന്നു. പിന്നെ നാളെയാണ് ഡിവോഴ്സ് കേസ് എന്നൊക്കെ മീനാക്ഷി അവരോട് പറയുന്നു. രാജലക്ഷ്മി വന്നിരുന്നു. രാജലക്ഷ്മിയോടും പറഞ്ഞു, ഇപ്പോഴേ വിളിച്ച് ആ മൈഥിലിയോട് പറഞ്ഞേക്കില്ലെങ്കിൽ സമയമാകുമ്പോൾ അവൾ വല്ല എതിരും പറഞ്ഞാലോ എന്ന് നന്ദിനി. അത് ശരിയാണെന്ന് മീനാക്ഷി പറയുകയും കാർത്തി മീനാക്ഷിയോട് മൈഥിലിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ മീനാക്ഷി മൈഥിലിയെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നു. നിന്നെ ഏട്ടൻ വിളിക്കുന്നു എന്ന് മീനാക്ഷി. ഏട്ടനോ? ഏതേട്ടൻ എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, എൻ്റെ ഏട്ടൻ, എൻ്റെ ഭർത്താവ് കാർത്തി ഏട്ടൻ. മൈഥിലി അവിടേക്ക് വരുന്നു. എന്താ കാർത്തി എന്ന് ചോദിക്കുന്നു. മൈഥിലി, കോടതിയിലുള്ള നമ്മുടെ ഡിവോഴ്സ് കേസ് നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്.
നാളെ 11 മണിക്കാണ് വെച്ചിരിക്കുന്നത്. രാവിലെ തയ്യാറായിക്കോ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കാർത്തി. ഇത് കേട്ടതും പെട്ടെന്ന് മുഖം വാടുകയാണ് മൈഥിലി. എന്താ മൈഥിലി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു, എനിക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട് കാർത്തി. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അതെന്ത് വർത്തമാനാണ് നീ പറയുന്നത്? രോഹിണിയുടെ മുന്നിൽ വെച്ച് എല്ലാം സമ്മതിച്ച് ആ വക്കീൽ കൊണ്ടുവന്ന പേപ്പറിൽ നീ ഒപ്പിട്ട് കൊടുത്തതല്ലേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് നേരെ ചെവേ പോവില്ല. ഇത് വേറെ എന്തോ ചില ഉദ്ദേശമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിന്റെ അത്തരം പ്ലാനൊന്നും ഇവിടെ നടക്കില്ല. ഡിവോഴ്സിന് നീ തയ്യാറല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങണം ഈ നിമിഷം. അതെ, ഞങ്ങൾ ഒറ്റയ്ക്ക് കോടതിയെ സമീപിച്ചോളാമെന്നും രാജലക്ഷ്മി. വിവാഹമോചനം അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കാർത്തി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇപ്പോൾ ഒരു കല്യാണം നടന്നു എന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയാലോ എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, നീ ഉടുക്കുകുട്ടി പേടിപ്പിക്കല്ലേ. ഒരു രജിസ്റ്ററിലും ഞാനും ACPയും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങളുടേത് മനസ്സുകൊണ്ടുള്ള എഗ്രിമെന്റ് മാത്രമാണ്. ലിവ് ഇൻ ടുഗദർ നടക്കുന്ന കാലത്താണ് അവള് ഈ സൈസ് അഭ്യാസമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനവുമായിട്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കുമെന്നും രാജലക്ഷ്മി പറയുന്നു. ഇറങ്ങടി പുറത്ത് എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി മൈഥിലിയോട് പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട്, മുത്തശ്ശി വേണ്ട, മൈഥിലി വരും. നാളെയല്ലേ കോടതിയിൽ എത്തേണ്ടത്, ഇവള് വരും, നമുക്ക് നോക്കാലോ. മൈഥിലി മുറിയിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മൈഥിലി മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് കാർത്തിയും മൈഥിലിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മൈഥിലി താനെന്താ ഒന്നും മിണ്ടാതെ മസിൽ പിടിച്ചിരിക്കുന്നത് എന്ന് കാർത്തി മൈഥിലിയോട്. ഒന്നുമില്ല എന്ന് മൈഥിലി. എന്താണ് ഡിവോഴ്സിന് മൈഥിലിക്ക് താല്പര്യമില്ല എന്ന് കാർത്തി. എന്തായാലും നമ്മളെ പിരിഞ്ഞല്ലേ പറ്റൂ കാർത്തി. ആ മീനാക്ഷി എന്നോട് കാണിക്കുന്നത് ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം. അവൾ എന്നെ അപമാനിക്കുമ്പോൾ പകരം വീട്ടണമെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അതാണ് എനിക്ക് ഇത്രയ്ക്ക് ദേഷ്യം എന്നൊക്കെ മൈഥിലി കാർത്തിയോട് പറയുന്നു. തുടർന്ന് ഇന്ദ്രജ വൈശാഖിനെ ഫോൺ ചെയ്യാണ്. എത്ര വിളിച്ചിട്ടും കിട്ടുന്നതുമില്ല. വിവരമൊന്നറിയണമെങ്കിൽ ആരെ വിളിക്കണം എന്ന് വിചാരിക്കുന്നു. മാലതിയെ വിളിക്കാം, ഇനി അവൾ എടുക്കുമെന്തോ. എല്ലാവരും കള്ളത്തരങ്ങൾ പഠിച്ചവരാണ് എന്നൊക്കെ ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് മാലതിയെ ഫോൺ ചെയ്തു. ആരും കാണാതെ മാലതി ഫോൺ എടുത്തു. മാലതി ചെമ്പകമംഗലത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നു, ഞാൻ എവിടെ പോവാനാ, എന്നെ ഇതിനകത്ത് തടവിലിട്ടിരിക്കുകയല്ലേ. തടവ് തകർത്ത് പുറത്ത് ചാടാത്തത് നിന്റെ കുഴപ്പമാണ്, അതിന് ധൈര്യം വേണം എന്ന് ഇന്ദ്രജ പറയുമ്പോൾ മാലതി പറയുന്നു, 2 കുഞ്ഞുങ്ങളില്ലേ ചേച്ചി, അതാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം അറിയാനാണ്. മൈഥിലി കാർത്തികിന്റെ കൂടെ കോടതിയിലേക്ക് പോയോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട്. മൈഥിലി കോടതിയിലേക്ക് പോയി എന്നറിയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ഇന്ദ്രജ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.